ഹലോ അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നൊരു ട്രിപ്പ് വീഡിയോ ആയിട്ടാണ് വന്നത് ഗൈസ്. കുട്ടികളെ മദ്രസ സ്കൂൾ വെക്കേഷൻ ആയതുകൊണ്ട് എല്ലാവരും കൂടി പോകാൻ തീരുമാനിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ്. വയനാട്ടിലേക്കാണ് പോകുന്നത്. ഒരു റിസോർട്ടല്ല, ഒരു പ്ലേ ക്ലബ്ബ് എന്നുള്ളൊരു ഫാം സ്റ്റേ ഹൗസിലേക്കാണ് നമ്മൾ ബുക്ക് ചെയ്തത്. അവിടെയാണ് ഫസ്റ്റ് പോയത്. അവിടെ പോയി നോക്കുമ്പോൾ നല്ല രസമുണ്ട്. അവിടെ നല്ല ഇതും എല്ലാം എൻജോയ്, കുട്ടികൾക്ക് നല്ല എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. ആക്ടിവിറ്റീസ് ഉണ്ട്, സ്വിമ്മിങ് പൂൾസ് ഉണ്ട്. നല്ലൊരു ഏരിയയാണ്. നല്ല കുറച്ച് ആക്ടിവിറ്റീസും ഇതെല്ലാമായിട്ട് നല്ല വലിയൊരു ഏരിയയാണ്. അവിടെ നല്ല ഇതുണ്ടായിരുന്നു. പക്ഷേങ്കിൽ നൈറ്റിൽ നമുക്ക് ടെൻ്റ് ഹൗസ് പോലത്തെ ഇതിലാണ് സ്റ്റേ ചെയ്യേണ്ടത്. അത് എല്ലാവർക്കും ഒരു കംഫർട്ടായിട്ട് തോന്നാത്തത് കൊണ്ട് നമ്മൾ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തണം. നമ്മൾ പോയ ഫസ്റ്റ് ഈ ഫാം ഹൗസിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തതിന് ശേഷമാണ് അവിടുന്ന് നമ്മൾ വേറെ റിസോർട്ടിലേക്ക് ബുക്ക് ചെയ്തിട്ടും അവിടുന്ന് മാറി നിന്നു. എല്ലാവർക്കും കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. എന്നുവെച്ചാൽ രാത്രിയുള്ളൊരു ഇത് മാത്രമായിരുന്നു എല്ലാവർക്കും കംഫർട്ടാണ്. കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് ടെൻ്റ് ഇട്ടിട്ട് കിടക്കണമെന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവർക്കും ഒരു കംഫർട്ടായിട്ടില്ല. അവിടെ നമ്മൾ കുറേ എൻജോയ് ചെയ്തതാണ്. നല്ല കുട്ടികളെല്ലാം പാർക്കിലെല്ലാം കളിച്ച്, എല്ലാവരും കുട്ടികളും വലിയാളും ഊഞ്ഞാലാടിയിട്ടും എല്ലാം നല്ല എൻജോയ് ചെയ്തതാണ്. അവിടെ നമ്മൾ കുറേ സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിലെത്തി. ഇവിടെ നല്ല രസമുണ്ടായിരുന്നു. വിചാരിച്ചാൽ അടിപൊളിയായിരുന്നു. നല്ല റിസോർട്ടായിരുന്നു. എല്ലാവരും ഫാമിലി ആയിട്ട് പോയത് നല്ല രസമുണ്ടായിരുന്നു. നമ്മൾ 3 വണ്ടിയിലായിട്ട് 4 ഫാമിലി ആയിട്ടാണ് പോയത്. ഹസ്ബൻഡിൻ്റെ പെങ്ങളും 3 പെങ്ങളും ഫാമിലി ആയിട്ടാണ് അങ്ങനെ പോയത്. എല്ലാവരും അടിച്ച് പൊളിച്ചിനായിരുന്നു. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മൾ ഫ്രഷായി ചായയെല്ലാം കുടിച്ച് അവിടെയും നമ്മൾ ബുക്ക് ചെയ്ത റിസോർട്ടിൽ പിന്നെ ഇങ്ങനെ കുറേ പ്ലേ ഏരിയ ഉണ്ടായിരുന്നു. നമുക്ക് ഗെയിംസ് കളിക്കാൻ, കുട്ടികൾക്ക് ഫുട്ബോൾ, ക്രിക്കറ്റ്, ഷട്ടിൽ ബാറ്റ് ഇതെല്ലാം കളിക്കാൻ ഏരിയ. എല്ലാവരും അവിടുന്ന് നൈറ്റ് ഇങ്ങനെ ഷട്ടിൽ ബാറ്റ് കളിച്ചും ഊഞ്ഞാലാടിയും ഇതെല്ലാം അടിപൊളിയായിരുന്നു. നല്ല കുട്ടികൾക്കെല്ലാം നല്ല കളിക്കാനുള്ള കുറേ ഏരിയ ഉണ്ടായിരുന്നു.
കുറേ ടൈം വെള്ളത്തിനെല്ലാം കളിച്ച് കുറേ ടൈം പൂളിൽ സ്പെൻഡ് ചെയ്തതാണ്. അങ്ങനെ നമ്മൾ ഫുഡിൻ്റെ ഏരിയയിലേക്ക് പോയി. രാത്രി ഫുഡ് അവിടെ ഇല്ല കേട്ടോ, നമ്മൾ പുറത്ത് പോയി വാങ്ങിയിട്ട് വന്നിട്ട് അവിടെ നിന്ന് കഴിക്കുക ചെയ്ത്. എല്ലാവരും ഫുഡ് കഴിച്ച് പിന്നെ അവിടെ രാവിലത്തെ ഫുഡേ നമ്മളെ ഇതിൽ ഇൻക്ലൂഡ് ആയിട്ടുള്ളൂ. രാത്രിക്കത്തെ ഫുഡ് നമ്മൾ പുറത്തുനിന്ന് വാങ്ങണം. അങ്ങനെ നമ്മൾ നെബൂട്ടിൻ്റെ ബർത്ത്ഡേ സെലിബ്രേഷൻ അവിടെ നിന്ന് കഴിഞ്ഞു. നമ്മളെ പിന്നെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററെ മോളെ ബർത്ത്ഡേന് ഫസ്റ്റ് ബർത്ത്ഡേ. അങ്ങനെ അവിടുന്ന് കേക്കെല്ലാം കട്ട് ചെയ്ത് സെലിബ്രേറ്റ് ചെയ്തേനു. അതെല്ലാം കഴിഞ്ഞ് ലേറ്റായിട്ട് നമ്മൾ ഉറങ്ങിയത്. നല്ല ക്ലൈമറ്റാണ്, നാട്ടിലത്ര ചൂടൊന്നുമില്ല. അതുകൊണ്ട് പിന്നെ രാവിലെ ആയതിനു ശേഷം നമ്മൾ അതിൻ്റെ കുറച്ച് താഴോട്ട് പോയാൽ കുറച്ച് ബോട്ടിങ്ങും ഇതെല്ലാം ഉണ്ടായിരുന്നു. നല്ല കുറച്ച് വ്യൂ പോയിൻ്റായ കുറച്ച് ഏരിയാസ് എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ രാവിലെ ആയാലും അവിടെ പോയി കുറേ സമയം അവിടെ സ്പെൻഡ് ചെയ്ത്. അതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു. പൂരിയും വാജിയും പുട്ടും കടലയും ആയിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. പിന്നെ ചായ, ബ്രെഡ്, ജാം അങ്ങനെയല്ലായിരുന്നു രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റെല്ലാം കഴിച്ച് നേരെ പിന്നെയും പൂളിലേക്ക് പോയി. നമ്മൾ ഗേൾസെല്ലാം രാത്രി പറഞ്ഞ് രാത്രി മാത്രം നമുക്ക് പൂളിൽ ഇറങ്ങാൻ രാവിലെ ഇറങ്ങണ്ട. അപ്പോൾ കുട്ടികളെല്ലാം ഇറങ്ങിയിട്ട് നമുക്ക് ഇറങ്ങാണ്ടിരിക്കാനാവുന്നേയില്ല. അങ്ങനെ എല്ലാവരും കൂടി ആദ്യം പൂളിലേക്ക് ഇറങ്ങി. നല്ലോണം പൂളിൽ കളിച്ച് വെള്ളത്തിൽ നിന്ന് കളിച്ച് എല്ലാവരും മധ്യാഹ്നം നേരം വെള്ളത്തിലിറങ്ങിയിട്ട് കളിച്ചു. കുറേ കൂടുതൽ റിസോർട്ടിൽ പോയിട്ട് നമ്മൾ കൂടുതൽ ടൈമും പൂളിൽ നിന്നാണ് എൻജോയ് ചെയ്തത്. എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു. അവിടുത്തെ ടൈം ഏകദേശം ആവാറായി. 12 മണിക്കേക്ക് നമ്മൾ അവിടുന്ന് ഇറങ്ങണം. അപ്പം നമ്മൾ ഈ പൂളിലെ കളിയും ഇതെല്ലാം കഴിഞ്ഞ് എല്ലാവരും ഫ്രഷപ്പായിട്ട് അവിടുന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളെല്ലാം എടുക്കണം. അതെല്ലാം എടുത്തിട്ട് നമ്മൾ അങ്ങനെ പുറത്തിറങ്ങി. അവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ പിന്നെ നേരെ പോയത് അവിടെ അടുത്ത് തന്നെയുള്ളൊരു പാർക്ക്, എന്നാൽ സ്വർഗം ഫിഷ് പാർക്ക് എന്ന് പറഞ്ഞിട്ടൊരു പാർക്ക് ഉണ്ടായിരുന്നു. നമ്മൾ വെറുതെ ജസ്റ്റ് ഒന്ന് അവിടെ അടുത്ത് പിന്നെ കവർ ചെയ്യാൻ പറ്റിയ പ്ലേസ് ഉണ്ടോ എന്ന് ഗൂഗിളിൽ അടിച്ചേരം കണ്ടതൊരു പാർക്കായിരുന്നു. നോക്കുമ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടികൾക്കെല്ലാം നല്ല, പക്ഷെ നമ്മൾ പോകുന്ന ടൈം കുറച്ച് ഉച്ചയായതുകൊണ്ട് നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ട് അധികമൊന്നും എല്ലാ കുട്ടികൾക്കൊന്നും എല്ലായിടത്തൊന്നും പിന്നെ ആക്ടിവിറ്റീസിൽ ഇതാകാൻ പറ്റിയിട്ടില്ല. നല്ലൊരു സ്പോട്ടാണ്, ഫോട്ടോ എടുക്കാനും ഇതിനെല്ലാം പറ്റിയ നല്ലൊരു സ്പോട്ടാണ്. നമ്മൾ നല്ല വെയിലായിട്ട് അവിടെ ഒരു ഇതുണ്ടായിരുന്നു. അവിടെ കയറി ഇരുന്ന് പിന്നെ കുറച്ചതിന് ശേഷം കുട്ടികളെ കുറച്ച് വെയിൽ പോയതിന് ശേഷം ആക്ടിവിറ്റീസ് ഏരിയയിലേക്ക് പോയിട്ട് കുട്ടികളെല്ലാം കുറച്ച് ഗെയിംസ് എല്ലാം കളിപ്പിച്ചിട്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് വിടുന്നത്. അത്യാവശ്യം കുട്ടികൾക്കെല്ലാം കളിക്കാനും നമുക്ക് ഫോട്ടോ എടുക്കാനും ബോട്ടിംഗ് എല്ലാം ഉണ്ടായിരുന്നു. പക്ഷേ നല്ല വെയിലായതുകൊണ്ട് നമുക്ക് അതിലൊന്നും കയറാൻ പറ്റിയിട്ടില്ല. നല്ലൊരു ഏരിയയാണ്. കുട്ടികളെല്ലാം നല്ലോണം അവിടുന്ന് എൻജോയ് ചെയ്യണം. പിന്നെ നമ്മൾ അവിടെ നിന്ന് വിട്ടതിന് ശേഷം
ഉച്ചക്കത്തെ ഫുഡ് നമ്മൾ കഴിച്ച് ഹോട്ടലിൽ കയറി കഴിച്ച് നല്ല ബിരിയാണിയെല്ലാം കഴിച്ച് എല്ലാവരുടെ വിശപ്പൊക്കെ മാറ്റിയതിന് ശേഷം നമ്മൾ നേരെ പോയത് കുറച്ച് മുമ്പുണ്ടായ ചൂരൽമല ദുരന്തത്തിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് ഇപ്പോൾ കുറച്ച് വീട് 100-100ഓളം വീട് എടുത്ത് കൊടുത്തൊരു ഏരിയ ഉണ്ടായിരുന്നു. അവിടെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ പോയത്. നോക്കുമ്പോൾ എല്ലാ വീടും ഒരേ രൂപത്തിലെടുത്തിട്ട് നല്ല നീറ്റുണ്ട്, നല്ല എന്താ പറയുക, നല്ല രസമുണ്ട് അവിടെ കാണാൻ. അങ്ങനെ അവിടെ കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ പോയത്. എല്ലാവരും കൂടി അവിടെ പോയി. അവിടെ നല്ല രസമുണ്ടായിരുന്നു. എല്ലാ വീടും ഒന്നിനൊന്ന് എന്ന് പറഞ്ഞ പോലെ എല്ലാം ഒരേപോലത്തെ വീടുകൾ. കുറേ നടക്കാനുണ്ട് അവിടെ, കുറേ വീടുകൾ ഒന്നിച്ചടുത്തടുത്തായുണ്ട്. നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കണ്ട് അവിടുന്ന് നമ്മൾ നേരെ നാട്ടിലേക്ക് തിരിച്ചു. അവിടുന്ന് തന്നെ ഏകദേശം ഒരു വൈകുന്നേരം ആ ടൈമായിരുന്നു. അങ്ങനെ 6-6:30 മണിയാകുമ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു വന്നു. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് 2 ദിവസം നല്ല എൻജോയ് ചെയ്തിട്ടാണ് വന്നത്. നല്ല ഫാമിലിയായിട്ട് പോയതുകൊണ്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അങ്ങനെ പോയിട്ട് നല്ല ഫുൾ എൻജോയ് ചെയ്ത് നമ്മൾ രാത്രിയാണ് നാട്ടിലെത്തി. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.